ശ്രീ ശുഭാനന്ദ ദേവാ നമസ്തുതേ. ശ്രീ ശുഭാനന്ദ ദേവാ നമസ്തുതേ. പാദപത്മം നമിച്ചിടുന്നു സദാ, സത്യവെളിച്ചമുദിച്ചല്ലോ, നിത്യാനന്ദം കണ്ടല്ലോ, അന്തരംഗേ കളിയാടും കണ്ണനെ ഞാൻ കണ്ടല്ലോ. സത്യവെളിച്ചമുദിച്ചല്ലോ, നിത്യാനന്ദം കണ്ടല്ലോ, അന്തരംഗേ കളിയാടും കണ്ണനെ ഞാൻ കണ്ടല്ലോ. സത്യവെളിച്ചമുദിച്ചല്ലോ. അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അകതാരി ഗുരുവായി വാഴും ഗുരുനാഥ നമസ്കാരം. ആപത്തു തീർത്തു തന്ന ഗുരുനാഥ നമസ്കാരം. ആനന്ദം നൽകിയിടുന്ന ഭഗവാനേ നമസ്കാരം. മോഹമോഹിതനായ ഭഗവാനേ നമസ്കാരം. പരലോക സ്വരൂപന ഗുരുനാഥ നമസ്കാരം. ദുരിതമകറ്റി തന്ന അഖിലേശ നമസ്കാരം. ആനന്ദം നൽകിയിടുന്ന ഭഗവാനേ നമസ്കാരം.
പരിപൂർണ രൂപനാകുന്ന, മോഹമോഹിതനാകുന്ന, ആനന്ദ സ്വരൂപനാകുന്ന, ദൈവത്താൽ സ്ഥാപിച്ച് ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘത്തിൽ അംഗമായി ജീവിക്കുന്ന എൻ്റെ ഓമന മിത്രങ്ങളെ, വീണ്ടും ഒരു ഞായറാഴ്ച ഇപ്രകാരം ഒത്തുചേർന്ന് കാണുവാനും ആരാധിക്കുവാനും ഇടയാക്കിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ആരാധന നമുക്ക് ആരംഭിക്കാം. ഉന്നതനാകുന്ന ഗുരുവിൽ നിന്ന് ജന്മമെടുത്ത സർവ വസ്തുക്കളെയും സർവജന്മങ്ങളെയും സമ്പൂർണമായ മോക്ഷത്തിലേക്ക് ചേർക്കുവാനാണ് കലിയുഗത്തിലെ ഖഡ്ഗി അവതാരം. സർവ്വതും സമ്പൂർണതയിലേക്ക് ചേർക്കുക, അതാണ് തൻ്റെ അവതാര ഉദ്ദേശം. അതിന് നിയോഗിച്ചിരിക്കുന്നത് ആത്മാക്കളെയാണ്. തന്നെ അറിയുവാൻ, തൻ്റെ കർമ്മം ചെയ്യുവാൻ, തന്നെ പറയുവാൻ, തന്നെ പ്രകാശിപ്പിക്കുവാൻ നിയോഗിച്ചിരിക്കുന്നത് ആത്മാക്കളെയാണ്. പക്ഷേ ആ ആത്മാക്കളിൽ കൂടി ഇഹപര ലോകത്തെ പരിപൂർണമാക്കുക എന്നുള്ള ഉദ്ദേശമാണ് കലിയുഗ അവതാരത്തിനുള്ളത്. ആ വിധത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വെറുതെ കളയുവാൻ ഒട്ടും സമയമില്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകും. ആരും സമയം വെറുതെ കളയുന്നില്ല, ഉണ്ടോ? അറിഞ്ഞുകൊണ്ടാരും കളയുന്നില്ല, അറിയാതെ പലപ്പോഴും നഷ്ടമായി പോവുകയാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിവിൽ കൂടിയുള്ള ചിന്തയും അറിവിൽ കൂടിയുള്ള വാക്കുകളും അറിവിൽ കൂടിയുള്ള കർമ്മങ്ങളും മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഒന്നും പാഴല്ല. അറിവില്ലാതെ ചെയ്യുന്നത് എല്ലാം പാഴാണ്. അവിടെ ആർക്കും സംശയം വേണ്ട. അറിവില്ലാതെ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതൊക്കെ പാഴായി പോവുകയുള്ളൂ. അതിനാണ് അറിവിൻ്റെ മാർഗത്തിൽ ചേർന്ന് ജീവിക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. വരിക വരിക ആത്മാക്കളെ, അറിവു നിങ്ങൾ നേടുവിൻ. വരിക വരിക ആത്മാക്കളെ, അറിവു നിങ്ങൾ നേടുവിൻ. അറിവാകുന്ന ഗുരുവരനെ അകതാരിങ്കൽ കാണൂ. വരിക വരിക ആത്മാക്കളെ, അറിവു നിങ്ങൾ നേടുവിൻ.
ആത്മാവായി നിന്ന് ആത്മലോകത്തെ മാടി വിളിക്കുന്നത് ഭേദമില്ലാത്ത ആത്മബോധം ആത്മാവിൽ ഉദിപ്പിച്ച് ശുഭാനന്ദ രൂപമാക്കി തീർക്കുവാനാണ്. ഇവിടെ നമുക്ക് ഒരു വിധത്തിലുള്ള ഭേദബുദ്ധികൾ പാടില്ല. ഈ നിഷ്കളങ്കജ്ഞാനം ഭവിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവുകയുമില്ല. ഇപ്പോൾ ഭേദബുദ്ധി ഇല്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് പോലും അനേക വിധത്തിലുള്ള ഭേദബുദ്ധികളുണ്ട്. ഇപ്പം ഇവിടെ ഈ ആത്മബോധോദയ സംഘത്തിൽ വന്ന് ശ്രദ്ധിച്ചാൽ ഭേദബുദ്ധി ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെയും പുരുഷന്മാരും രണ്ടായിട്ടാണല്ലോ ഇരുത്തി, ആണെന്നും പെണ്ണെന്നും ഭേദമില്ല എന്ന് പാടുകയും ചെയ്യും. ഇത് ചിന്തിക്കേണ്ടതാണ്, വിമർശിക്കാനായിട്ടല്ല, അറിവ് കൊണ്ട് അറിയാനും അറിയിക്കാനും വേണ്ടി ഓരോന്നും ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും വേണം. വിമർശിക്കാനും അന്യപ്പെട്ടു പോകാനുമല്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ലോകവശാൽ ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ കരുതി മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഉന്നതമാകുന്ന അവസ്ഥയിലേക്ക്, അത് ആത്മാവിൻ്റെ അവസ്ഥയാണ്. ദേഹവശാൽ അങ്ങനെയല്ല. ദേഹത്തിന് ഈ മോഹവും ബന്ധവും ഒക്കെ ദൈവം തന്നെ കൊടുത്ത് നിലനിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത കുസൃതികളും ആവശ്യമില്ലാത്ത കൗശലങ്ങളും ആവശ്യമില്ലാത്ത വ്യാമോഹങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ചില വേർതിരിക്കലുകൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് ആവശ്യമാണ് എന്ന് തോന്നലുള്ളവരൊന്ന് കൈ ഉയർത്തി കണ്ടെത്തും. ഇങ്ങനെ അറിവോടുകൂടി ഓരോന്നിനെയും ചിന്തിച്ച് ബോധ്യപ്പെടണം. നമുക്ക് ഭേദബുദ്ധി ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിൽ വാഴുന്ന ആത്മാവിനെ സംബന്ധിച്ച് ഒരു ഭേദവുമില്ല. എല്ലാവരുടെയും ആത്മാവെന്നാണ്. അവിടെ സ്ത്രീ പുരുഷ ഭേദമൊന്നുമില്ല. ആണെന്തടാ എന്നിൽ പെണ്ണെന്തടാ എന്ന് ചോദിച്ച ഗുരുവിൻ്റെ ശിഷ്യരാണ്. നമുക്ക് ഭേദബുദ്ധി പാടില്ല. പക്ഷേ ഈ വിധത്തിൽ ലോകവശാലുള്ള ചില മുൻകരുതലുകൾ എപ്പോഴും നമ്മളിൽ ഉണ്ടാവണം. അത് ഈ സന്നിധാനത്തിനുള്ളിൽ മാത്രമല്ല, വെളിയിൽ ഇടപെടുമ്പോഴായാലും, സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ ഇടപെടുമ്പോൾ, ഇനി പുരുഷന്മാർ തമ്മിലായാലും സ്ത്രീകൾ തമ്മിലായാലും ഒക്കെ ഇടപെടുന്ന സമയത്ത് ചില പ്രത്യേക ബുദ്ധി ഓരോ കാര്യത്തിനും ഉണ്ടായില്ല എങ്കിൽ വലിയ അബദ്ധത്തിലേക്ക് പോകും. അത് അതിൻ്റേതായ നിലയിൽ അത് കൈകാര്യം ചെയ്യാൻ പഠിക്കണം. എന്നാൽ ഒരാളിനൊരു അപകടം വന്നു, അല്ലെങ്കിൽ ഒരു ആവശ്യം വന്നു, അവിടെ കൈയയച്ച് സഹായിക്കാനും സഹകരിക്കാനും ഒരു ബോധം അത് നിലനിർത്തുകയും വേണം. നമ്മുടേതെന്നുള്ള ഒരു കരുതൽ എല്ലാവരോടും ഉണ്ടാവാൻ ഉള്ള ഒരു ബോധവും ഉണ്ടാവണം. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കണം. അത് അവരവർ ചിന്തിച്ചെങ്കിലേ മനസ്സിലാവൂ, അല്ലെങ്കിൽ ഇതൊക്കെ ഭേദബുദ്ധിയായി പോകും. പല ആളുകളും ബോധമാണ് ആത്മബോധമാണെന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിലും നമുക്ക് സഹിയാൻ വയ്യാത്ത വിധത്തിലുള്ള ഭേദബുദ്ധികൾ ചെയ്യുന്നവരുണ്ട്. ഇപ്പം ആരെയും ക്ഷീണിപ്പിക്കാനോ ആരുടെയും പേരെടുത്ത് വിമർശിക്കാനോ ഒന്നും അല്ല ഉദ്ദേശിക്കുക. ചില ആളുകളൊക്കെ പെട്ടെന്ന് എൻ്റെ കാര്യം വല്ലതും പറയും, ഇല്ല ആരുടെയും കാര്യം പറയുന്നില്ല. പക്ഷേ ഭേദബുദ്ധി പാടില്ല. ഭേദബുദ്ധി മാറട്ടെ, ആത്മബോധം വാഴട്ടെ. ആത്മബോധം ഉദിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ നിയമജീവിതത്തിൽ കൂടി മുന്നോട്ട് പോകണം. ഒരാൾ പറഞ്ഞുകൊണ്ടങ്ങ് ഭേദബുദ്ധി ഇല്ലാന്ന് തീരുമാനിച്ചാൽ പോരാ. ആത്മാവിൽ ആ രൂപം വന്നതിന് ശേഷം ഭേദബുദ്ധി ഇല്ല എന്ന് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. അത് കണ്ടാൽ ആർക്കും അങ്ങനെ തോന്നും. അതിനുദാഹരണം മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കലൊരു വനത്തിൽ ഒരു പർണശാലയിൽ 2 സന്യാസിമാർ താമസിച്ചിരുന്നു. ഒന്ന് ഒരു വൃദ്ധനായ പിതാവും ഒന്ന് അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാരനായ മകനും. രണ്ടുപേരും സന്യാസിമാരാണ്. ഇവർ രണ്ടുപേരും വളരെയേറെ ധ്യാനവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വനത്തിനുള്ളിൽ തന്നെ കഴിയുകയാണ്. അപ്പം ഇങ്ങനെ വനത്തിനുള്ളിൽ കൂടി തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയും പല കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന പഴങ്ങളും അതുപോലുള്ള മൂലാദികളൊക്കെ ശേഖരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം അവിടെ ഒരു വനത്തിൻ്റെ സമീപത്ത് സ്ത്രീകളൊക്കെ കുളിക്കുന്ന ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ സമീപത്തൂടെ ഈ ചെറുപ്പക്കാരനായ സന്യാസി ഉടുവസ്ത്രമില്ലാതെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അതിൽ കിടന്ന സ്ത്രീകളെല്ലാം കൂടി ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നോക്കി നിൽക്കുകയാണ്. അയ്യോ, ഈ സ്വാമിയെ എവിടെ പോവുക, ഇതെങ്ങനെ പോവുക? അവർക്ക് പ്രത്യേകിച്ച് ഒരു ഭാവവ്യത്യാസവും തോന്നിയില്ല. അദ്ദേഹം ഇങ്ങനെ നഗ്നനായി പോകുന്നു എന്നുള്ള ഒരു ചിന്തയും ഈ സ്ത്രീകൾക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം പറ്റി പോവുകയാണോ? കാരണം ഒന്നും ചിന്തിക്കാതെയും എന്നാൽ ഇവർ ഇത്രയും പേര് ഇങ്ങനെ കുളത്തിൽ നിൽക്കുന്നു, അങ്ങോട്ട് നോക്കുകയോ അല്ലെ എന്തെങ്കിലും ശ്രദ്ധിക്കുകയോ, അദ്ദേഹം ഇങ്ങനെ അഗാധതയിലേക്ക് മിഴി അയച്ചങ്ങനെ പോവുകയാണ്. അപ്പോൾ തൊട്ടു പുറകിന് വൃദ്ധനായ മഹർഷി
അദ്ദേഹത്തിൻ്റെ വസ്ത്രം, ആരുടെ, ഈ കുമാരൻ്റെ അല്ലെങ്കിൽ മകൻ്റെ വസ്ത്രം കയ്യിലെടുത്തുകൊണ്ട് എടാ മോനെ മുണ്ടെടുത്തുകൊണ്ട് കൂടാന്ന് പറഞ്ഞിട്ട് ഓടി വരിക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നാണക്കേട്, ഇവൻ മുണ്ടില്ലാതെ പോയതിന്. മറ്റേ പോയ ആൾ ഇതൊന്നും ചിന്തിക്കുന്നേ ഇല്ല, അദ്ദേഹം ഇതെല്ലാം മതിമറന്നു പോവുകയാണ്. അപ്പോൾ പുറകിൽ മുണ്ടുമായിട്ട് ഓടി വരുന്ന ആളുകളെ കണ്ടപ്പോൾ വെള്ളത്തിൽ കിടന്ന ആരെല്ലാം മുങ്ങി. ഈ വൃദ്ധനായ ആളിനെ കണ്ടപ്പോഴാണ് അവർക്ക് ലജ്ജ തോന്നിയത്, മറ്റേ ആളിനെ കണ്ടപ്പോൾ ലജ്ജ തോന്നിയില്ല. ഇതിനെ വിമർശിക്കുന്നവരുണ്ടാവാം, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഇതിൻ്റെ യഥാർത്ഥ വശം നിങ്ങൾ ചിന്തിക്കണം. അപ്പം എല്ലാം മറന്ന് ഈ ലോകത്തോടും ദേഹത്തോടും ബന്ധമില്ലാതായ ഒരാൾ പോയപ്പോൾ കണ്ടു നിന്നവർക്ക് ആർക്കും അതിനോട് യാതൊരു മമതയോ സ്നേഹമോ ആകർഷണമോ തോന്നിയില്ല. എന്നാൽ വൃദ്ധനാണെങ്കിലും ഇതൊന്നും വിട്ടിട്ടില്ല ആ പിതാവിന്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ലജ്ജ തോന്നി. പറഞ്ഞ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുപോലെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ എല്ലാ വികാരങ്ങളും അകന്നു പോകുവാൻ തക്ക വിധത്തിലുള്ള അറിവാണ് ജഗദീശ്വരൻ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അറിവിൽ കൂടി ജീവിതം ചെയ്ത് ഉള്ളിൽ നിന്ന് ഇതെല്ലാം ഇങ്ങനെ അറ്റുപോകണം. അഷ്ടാഹങ്കാരാദികൾ ഓരോന്നും ഇങ്ങനെ അറ്റുപോകണം. അങ്ങനെ മുഴുവൻ അങ്ങ് പോയി കഴിയുമ്പോൾ ഭാരമില്ലാത്ത ഒരവസ്ഥയിലേക്കാകും. അവിടെ പിന്നെ എനിക്ക് വേദബുദ്ധി ഇല്ലെന്ന് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പറഞ്ഞു നടക്കുകയുമില്ല. എനിക്ക് വേദബുദ്ധിയൊന്നുമില്ല എന്ന് പറയില്ല. കാരണം അതുപോലും പറയാനുള്ള അവസ്ഥയിലല്ല ആ ആത്മാവപ്പം നിൽക്കുന്നത്. ആ ഏകത്വത്തിൽ അങ്ങനെ ലയിച്ചങ്ങ് നിൽക്കുകയാണ്. അതൊരു പ്രത്യേക അവസ്ഥയാണ്. മോഹമോഹിതനായ ജ്ഞാനമാം ജ്ഞാനരൂപ സമ്പൂർണമായി മോഹിച്ചങ്ങ് ജീവിക്കും. വേറൊന്നിനോടും ഒരു ബന്ധവും പിന്നെ ആളിനില്ല. സർവ്വ വ്യവസ്ഥകളും അങ്ങോട്ടങ്ങ് അർപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ ലോകത്ത് ജീവിക്കുമ്പോൾ പല വ്യവസ്ഥകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഒരു ജന്മം തന്നിരിക്കുന്നത്. ആ ജന്മത്തിൽ നിന്നുകൊണ്ട് പൂർത്തീകരിക്കേണ്ട അനേകം കാര്യങ്ങളെ ലോകത്തിലേക്ക് ഇങ്ങനെ വിവിധങ്ങളായി അയച്ച് അന്യപ്പെട്ടും നഷ്ടപ്പെട്ടും വ്യാകുലപ്പെട്ടും ദുഃഖിതരായും ഒക്കെ ലോകത്തിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോരുത്തരും. അതിനെല്ലാം ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ആ ഏകത്വത്തിലേക്ക് ഇതിനെല്ലാം അങ്ങ് അയച്ചു കഴിയുമ്പോൾ ശക്തി വർദ്ധിക്കും, ആ ബന്ധം വർദ്ധിക്കും. അവിടെ ശാശ്വതമായ ശാന്തി അനുഭവമാണ്. ആ ശാന്തിയിലേക്കാണ് ആത്മാക്കൾ ലയിക്കേണ്ടത്. ശാന്തിക്കു ശാന്തി ശുഭാനന്ദ ശാന്തി ഏവർക്കും ഏറിയും ശാന്തി ഏവർക്കും ഏറിയും ശാന്തി. ഗുരുവിൻ്റെ കാരുണ്യത്താൽ ഈ ശാന്തിയിലേക്കാണ് നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് ആരും മടങ്ങിപ്പോകരുത്, കുഴഞ്ഞിരിക്കരുത്, യാത്ര തുടരുക. യാത്രയിൽ ഓരോരോ ക്ഷീണങ്ങൾ വന്നാൽ വാഹനം വിട്ടങ്ങിറങ്ങരുത് ആരും എന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ശാരീരികമായോ മാനസികമായോ സാമൂഹികമായോ ഒക്കെ വന്നേ ചേരാം. കാരണം നമ്മൾ സമൂഹ ജീവികളാണ്. പല വിധത്തിലും അങ്ങനെ തോന്നിച്ചേക്കാം. ആ സമയത്ത് ഞാൻ ശരീരം വിട്ടങ്ങ് പൊയ്ക്കളയാം, അങ്ങനെ ചെയ്ത് കളയാം, ഇങ്ങനെ ചെയ്ത് കളയാം, അതൊന്നും ആരും തീരുമാനിക്കരുത്. വീണ്ടെടുപ്പാൻ ഒരു ദൈവമുണ്ട്, അത് പ്രത്യക്ഷമായി ലോകത്തിൽ വാഴുന്നു. ആ തൃക്കരങ്ങൾ പിടിച്ചുകൊള്ളുക, ആ കരുത്തേറുന്ന തൃക്കരങ്ങൾ പിടിച്ചുകൊള്ളുക. നിനക്ക് ശാന്തി ലഭിക്കും, ലഭിക്കും, ലഭിക്കും. അത് ലഭിക്കുവാൻ ഇടയാകട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച പൂരാടം വെക്കനാളായിരുന്നു. അന്ന് നിങ്ങൾ പലരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉത്രാടം വെക്കനാളായിരുന്നു, തിങ്കളാഴ്ച. അന്നേ ദിവസം റാന്നിയിൽ ഛായാചിത്ര പുനഃപ്രതിഷ്ഠയായിരുന്നു. അതുപോലെ അന്നേ ദിവസം പോത്തുങ്കണ്ടം ശാഖാശ്രമത്തിൻ്റെ വാർഷികമായിരുന്നു. അത് കഴിഞ്ഞ് 22-ാം തീയതി റാന്നി ആശ്രമത്തിൻ്റെ വാർഷികമായിരുന്നു. അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ കഴിഞ്ഞ ഒരാഴ്ച നടത്തി. സന്താനങ്ങൾ പലരും 2 സ്ഥലങ്ങളിൽ നിന്നും വന്നു ചേർന്ന് നന്ദിപ്പെട്ട് പ്രാർത്ഥിച്ച് സന്തോഷയുക്തരായി പോയി. ഇന്ന് നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ ദിനത്തിൽ ഉന്നതനാകുന്ന ഗുരുവിൻ്റെ മുൻപാകെ നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ചിറ്റാർ ശാഖാശ്രമത്തിൻ്റെ ആദർശക്കൊടി ഉയർത്തിയിരിക്കുകയാണ്. അതുപോലെ അംബർനാഥ് ആശ്രമത്തിലെയും വാർഷികം ഇന്നേ ദിവസം ആരംഭിച്ചിട്ടുണ്ട്. തുടർന്ന് വീണ്ടും ആശ്രമ വാർഷികങ്ങൾ വരികയാണ്. എല്ലാം ഉന്നതമായ നിലയിൽ നടത്തുവാൻ ഉന്നതൻ പ്രത്യക്ഷമായി വാഴട്ടെ.
അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരലോകത്തിൻ ഉടമസ്ഥനാകുന്ന പരമപിതാവായോനേ, ഇന്നും പ്രാർത്ഥിക്കാനാണ് വന്നു ചേർന്നത്. ആരെയാണ് പ്രാർത്ഥിക്കുന്നത്? ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ പരിപൂർണമായ പ്രാർത്ഥന ഉണ്ടാവും. ഇപ്പോ ഇന്ന് രാവിലെ തന്നെ ഒരു ചെറിയ അനുഭവം ഉണ്ടായത്, ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ മുട്ടായി തരാം എന്ന് പറയുന്ന അവസ്ഥ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ മുട്ടായി തരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് പുറകോട്ട് പോയി. അങ്ങനെയാണ് പല വീടുകളിലും ഇപ്പോഴും അങ്ങനെ ആയിരിക്കും. കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് വന്നാൽ കഞ്ഞി തരാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം. ഇപ്പൊ അങ്ങനെ നിർബന്ധിക്കാറില്ല എന്നാണ് തോന്നുന്നത്. കുഞ്ഞുങ്ങളാണ് വീട്ടിലെ ടൈം ടേബിൾ തീരുമാനിക്കുന്നത്. അവര് പറയുന്നത് പോലാണ് കാര്യങ്ങൾ. മാതാപിതാക്കൾക്ക് വലിയ റോളൊന്നും ഇല്ല. അന്ന് മാതാപിതാക്കളായിരുന്നു വീട് ഭരിച്ചിരുന്നത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയാണ് ചില നിർബന്ധ നിഷ്ഠകൾ വെച്ചിരുന്നത്. ഭക്ഷണം കൊടുക്കണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വരണം. ഇങ്ങനെ നിർബന്ധിച്ച് പരിശീലിപ്പിച്ച പ്രാർത്ഥന, ഇത് അവരവരുടെ ധർമ്മമായി എപ്പോഴാണോ ഒരു ആത്മാവിൽ രൂപപ്പെടുന്നത്, അപ്പോഴാണ് ആ കർമ്മം പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പൊ പ്രാർത്ഥിക്കുന്നത് ആരാണ്? ആരെയാണ് പ്രാർത്ഥിക്കുന്നത്? ഇതാണ് അവനവൻ തിരിച്ചറിയേണ്ടത്. ഇപ്പൊ ആത്മാവ് പരമാത്മാവിനോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ആത്മാവ് തന്നെ തിരിച്ചറിയുമ്പോൾ ഈ പ്രാർത്ഥന എന്തിനാണ് എന്ന് കൂടി ചിന്തിക്കണം. ആ ആത്മാവ് പരമാത്മാവിന്റെ അംശമാണ്. പരമാത്മാവ് നിയോഗിച്ച് അയച്ചതാണ്. ആ പരമാത്മാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ്. ഇതൊക്കെ പലർക്കും ഇപ്പൊ അറിയാം. പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ അതാണ് ഇപ്പോഴും പലർക്കും തിരിച്ചറിവില്ലാത്തത്. ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വന്നപ്പോ പറഞ്ഞു, ഇപ്പൊ മകൻ വരുന്നില്ല, അവൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊന്നും സാധിച്ചില്ല, അതുകൊണ്ട് ഇപ്പൊ ആശ്രമത്തിൽ വരുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, മകൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല, അതുകൊണ്ട് അവൻ ഇപ്പോൾ വരുന്നില്ല. അപ്പൊ പ്രാർത്ഥന കൊണ്ട് ഇപ്പം ചില കാര്യങ്ങൾ പറയുന്നത് ATM കൗണ്ടർ പോലെ ആയിരിക്കണം ഭഗവാന്റെ നിയോഗം. കാർഡ് ഇടും, പാസ്വേഡ് കുത്തും, അപ്പൊ കൊടുത്തോണം പണം എന്ന് പറഞ്ഞ പോലെ ഭഗവാനെ ഏതാണ്ട് നാളെ ഒരു 10,000 രൂപ ആവശ്യമുണ്ട്, തന്നേക്കണേ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് 11,000 രൂപ കൊടുക്കണം, എങ്കിലേ തൃപ്തിയാവും.
അങ്ങനെയാണ് പലരുടെയും പ്രാർത്ഥന. അങ്ങനെയാണ് വരുന്നത്. അതല്ല പ്രാർത്ഥന. അതല്ല പ്രാർത്ഥന. പരമാത്മാവിന്റെ അംശമായ ജീവാത്മാവ് പരമാത്മാവിന്റെ അംശമായ ജീവാത്മാവ് ആ മഹാസാന്നിധ്യത്തെ എപ്പോഴും ഓർത്തും നന്ദിപ്പെട്ടും ആ മഹാസാന്നിധ്യത്തെ എപ്പോഴും ഓർത്തും നന്ദിപ്പെട്ടും ഈ അനുവദിച്ചു കിട്ടിയ മഹാജന്മത്തെ ഓർത്ത് നന്ദിപ്പെട്ടും ഈ അനുവദിച്ചു കിട്ടിയ മഹാജന്മത്തെ ഓർത്ത് ഇപ്പൊ നന്ദിപ്പെട്ടും തിരിഹിതമായി സർവകർമ്മങ്ങളും വരുവാൻ വേണ്ടിയുള്ള ശ്രദ്ധയോടുകൂടിയും ജീവിതമായ സർവകർമ്മങ്ങളും വരുവാൻ വേണ്ടിയുള്ള ശ്രദ്ധയോടുകൂടി ആ ഈശ്വരനോട് ബന്ധിക്കുന്ന ബന്ധമാണ് പ്രാർത്ഥന. ഈശ്വരനോട് ബന്ധിക്കുന്ന ബന്ധമാണ് പ്രാർത്ഥന. അല്ലാതെ ആവശ്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് വാങ്ങിക്കുന്നതല്ല പ്രാർത്ഥന. ആവശ്യങ്ങൾ ഇങ്ങനെ ഇരന്ന് വാങ്ങിക്കുന്നതല്ല. അഗതികളായവർ അങ്ങയെ നോക്കി നിന്നെപ്പോഴും പ്രാർത്ഥിക്കുന്നേ. ഇപ്പൊ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യാത്മാക്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യാത്മാക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെല്ലാം അതേപോലെ നടപ്പിലാക്കുന്ന ഒരു ദൈവമായിരുന്നുവെങ്കിൽ പ്രാർത്ഥനകളെല്ലാം അതേപോലെ നടപ്പിലാക്കുന്ന ഒരു ദൈവമായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളിൽ പലരും കാണുകയില്ലായിരുന്നു. നമ്മളിൽ പലരും കാണുകയില്ലായിരുന്നു. നിങ്ങളിൽ പലരും രാജാക്കന്മാരായേനെ, നമ്മളിൽ പലരും രാജാക്കന്മാരായി, സിനിമാ നടന്മാരായേനെ, വലിയ സംഗീതജ്ഞന്മാരായേനെ, അതുപോലെ ഉന്നതമായ പല കാര്യങ്ങളുമായി തീർന്നേനെ. അതുപോലെ ഉന്നതമായ പല കാര്യങ്ങളുമായി. പക്ഷെ എന്തുകൊണ്ട് ആ ദൈവം ഈ പ്രാർത്ഥനയെല്ലാം നടപ്പാക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവം ഈ പ്രാർത്ഥനയെല്ലാം നടപ്പാക്കാത്തത്? അതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യജന്മമേ നിന്റെ കർമ്മഫലങ്ങൾ, മനുഷ്യജന്മമേ മനുഷ്യജന്മമേ നിന്റെ കർമ്മഫലങ്ങൾ, ഈ ലോകത്തിൽ ഈ ജന്മത്തിൻ കാരണമായി മനുഷ്യജന്മമേ നിന്റെ കർമ്മഫലങ്ങൾ
ദുഷ്കർമ്മത്തിന്റെ ഫലം ദുഃഖം. സൽക്കർമ്മത്തിന്റെ ഫലം സന്തോഷം, ദുഷ്കർമ്മത്തിന്റെ ഫലം. ഇത് സൃഷ്ടിയാരംഭകാലത്ത് നിയമിച്ച നിയമമാണ്. സൃഷ്ടിയാരംഭകാലത്ത് നിയമിച്ച നിയമം. ഇതിനെ മറികടന്ന് ആർക്കും ഒന്നും പ്രാർത്ഥിച്ചു നേടാൻ കഴിയില്ല. ഇതിനെ മറികടന്ന് ആർക്കും ഒന്നും പ്രാർത്ഥിച്ചു നേടാൻ കഴിയില്ല. സൽക്കർമ്മം എവിടെയെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സൽക്കർമ്മം എവിടെയെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നവർക്കും അതിൻ്റെതായ ഫലം ലഭിക്കും. പ്രാർത്ഥിക്കുന്നവർക്കും അതിൻ്റെതായ ഫലം. ദുഷ്കർമ്മമാണ് നിരന്തരം ചെയ്യുന്നതെങ്കിൽ ദുഷ്കർമ്മമാണ് നിരന്തരം ചെയ്യുന്നത്. പ്രാർത്ഥിച്ചാലും ദുഃഖം പലതും ലഭിക്കും. പ്രാർത്ഥിച്ചാലും ദുഃഖം പലതും ലഭിക്കും. അപ്പോ ദുഷ്കർമ്മം ചെയ്യുന്നവരിനി മേലെ പ്രാർത്ഥിക്കണ്ട എന്നങ്ങ് തീരുമാനിച്ചാൽ പറ്റുമോ? ദുഷ്കർമ്മം ചെയ്യുന്നവരിനി മേലെ പ്രാർത്ഥിക്കണ്ട. അപ്പൊ ഈ കർമ്മഫലം വീണ്ടും വീണ്ടും ഈ ജന്മത്തിന് കാരണമായിക്കൊണ്ടേയിരിക്കും. ഈ കർമ്മഫലം വീണ്ടും വീണ്ടും ഈ ജന്മത്തിന് അപ്പൊ ഇതിനൊരു അറുതി വരുത്തുവാൻ സംസാര സാഗരത്തിൽ വീണു വലഞ്ഞിടുന്ന ആത്മാക്കളെ വീണ്ടെടുത്ത് ആ സമ്പൂർണ്ണ മോക്ഷത്തിലേക്ക് ചേർക്കുവാൻ വേണ്ടി അവതാരമായി വന്നിരിക്കുന്നു ആര്? ജന്മാന്തര ജ്ഞാനത്തിന്റെ ജന്മിയായ ഉടമസ്ഥൻ. ഈ നൽകുന്ന അറിവ് സ്വീകരിച്ച് അതിന്റെ വ്യവസ്ഥ അനുസരിച്ച് കൃത്യമായി ജീവിക്കുമ്പോഴാണ് നമ്മളിൽ നിന്ന് ദുഃഖം മാറുന്നത്. ആ ലോകചക്രവർത്തിമാരായിട്ട് വാഴാനല്ല, അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരാകാനല്ല, ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് ചേർക്കപ്പെടുവാൻ അവിടെ നമുക്ക് ഉന്നതമായ അധികാര സ്ഥാനങ്ങൾ ദൈവം കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇനി അവിടെ പോയിട്ട് ആര് കാണാനാ? ഇപ്പൊ ഈ കാണുന്ന എന്നെ ഇപ്പൊ ആക്ഷേപിക്കുന്നവര് എനിക്കൊരു നല്ല കാലം വന്നാലല്ലേ അവരുടെ മുന്നിൽ എനിക്കൊന്ന് ചെളഞ്ഞു നിൽക്കാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ പോയിട്ട് ഇനി ഞാൻ രാജാവായിട്ട് എന്തോ നേടാന്? മൂഢന്മാരെ അങ്ങനെ ചിന്തിക്കരുത്, മഠയന്മാരെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. സ്വർഗ തുല്യമായൊരു വർഗമാണു നാമെല്ലാം. സാമഗ്രികളാണ് ഈ അറിവായി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതും. സ്വർഗപുരം പണി ചെയ്യും സാമഗ്രികൾ എന്താണ്? സ്വർഗപുരം പണി ചെയ്യും സാമഗ്രികൾ സത്യവും ധർമ്മവും തന്നെ. സ്വർഗപുരം
ഇതെല്ലാം അങ്ങ് മറന്നിരിക്കുകയാണ്. എന്തുകൊണ്ട്? മായ എന്ന ഒരു മറ ആത്മാവിനെ ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വസ്തുത അറിയാതെ പോകുന്നത്. ഇപ്പോ ഉന്നതനാകുന്ന ഒരു ഉദ്യോഗസ്ഥൻ ലോകത്തിലെ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വിരൽത്തുമ്പിൽ കൂടി നടത്തുവാൻ കഴിവുള്ള വലിയൊരു ഉദ്യോഗസ്ഥൻ. ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഈ പ്രാർത്ഥനാ വേദിയിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. അപ്പൊ ഒരു സാധാരണക്കാരന്റെ വേഷത്തിൽ അല്പം മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ വന്ന ഒരു ആധ്യാത്മിക സ്ഥാപനമാണല്ലോ എന്ന് കരുതി വളരെ വിനയാന്വിതനായിട്ട് നിന്ന് ഇതെല്ലാം വീക്ഷിക്കുമ്പോൾ ഇവിടെ നിന്ന് ദക്ഷിണ സമർപ്പിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന ആൾ അങ്ങോട്ടൊന്ന് മുട്ടി ഇങ്ങോട്ടൊന്ന് മുട്ടി. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ടൊന്ന് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഈ ഇറങ്ങിപ്പോകുന്നവരാരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങ് മുട്ടുന്നു തട്ടുന്നു. ഒരു വിധത്തിൽ അദ്ദേഹത്തിന് അകത്തോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അവിടെ നിൽക്കുന്നത്. അങ്ങനെ പലരും മുട്ടി മുട്ടി ഇങ്ങനെ പോയ കൂട്ടത്തിൽ ഒരാൾ പറയൂ, ഇന്നാരല്ലോ ഈ നിൽക്കുന്നത്, മുട്ടല്ലേ തട്ടല്ലേ, ആരാന്നറിയാവോ, ഇന്നടുത്ത് ഇന്നാരാ, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തെ ആളുകളെല്ലാം ഒതുങ്ങി. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനെ വിളിച്ചകത്തോട്ട് കൊണ്ടുവരും. അതിന്റെ മാറ്റം എവിടെയാ ഉണ്ടായത്? ആ അറിവിലാണ്. അറിവിന്റെ വെളിച്ചം ഒരാൾ പകർന്നപ്പോൾ ഇതിന്റെ അടുത്ത് ഇന്നാരാണ്, ഇന്ന ഔദ്യോഗിക തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നൊരു ബോധ്യം ഉണ്ടായപ്പോ പിന്നെ ആരും തട്ടുന്നില്ല. പിന്നെ അവഹേളനം ഉണ്ടാവുന്നില്ല, ആ അലംഭാവം ഉണ്ടാവുന്നില്ല, ആ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടാവുന്നില്ല. പിന്നെ ബഹുമാനിക്കുകയാണ്. എന്നാൽ ഇത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആരും ആയിരിക്കില്ല ഈ ആളുകൾ ആരും. പക്ഷേ അറിവുള്ള ഒരാൾ പറയുകയാണ് ഇന്നടുത്ത് ഇന്നാരാണ് ഇന്നതുപോലെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ബഹുമാനം തോന്നും. അപ്പൊ ഈ ബഹുമാനിക്കേണ്ടുന്ന ആള് തന്നെയല്ലേ ആദ്യം അവിടെ നിന്നിരുന്നത്? എന്തുകൊണ്ടാണ് നമ്മളത് ഗവനിക്കാതെ പോയത്? അറിഞ്ഞുകൊണ്ടല്ല ആരും മുട്ടിയതും തട്ടിയതും, അറിയാതെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ആ പക്ഷേ എന്താണ് തമ്മിലുള്ള വ്യത്യാസം വന്നത്? എന്തുകൊണ്ടാണ്? ആദ്യം അതിനെ അറിഞ്ഞില്ല, രണ്ടാമത് അത് അറിഞ്ഞു. എന്നതുപോലെ മനുഷ്യ ജന്മമേ നിന്റെ ജന്മ മഹാത്മ്യമോ, മനുഷ്യ മായാബന്ധം കൊണ്ടു നീ അറിയാതെ പോയി. മായാകുന്ന ഒരു മറ ഇങ്ങനെ മൂടപ്പെട്ടിരിക്കുകയാണ് ആത്മാവിനെ. അതുകൊണ്ടാണ് ഇതിന്റെ വസ്തുതാപരമായ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. അപ്പൊ ദൈവം എന്തിനാ ഇങ്ങനെ ഒരു മറ സൃഷ്ടിച്ചത്? ദൈവത്തിന് ഞങ്ങളോട് ഒരു സ്നേഹവും ഇല്ലയോ? അപ്പൊ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുമ്പോ സാറന്മാരെ പ്രാകുന്ന പിള്ളേരുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇത്രയും കട്ടിയുള്ള ക്വസ്റ്റ്യൻ വെക്കേണ്ട വല്ല കാര്യമുണ്ട്? എടാ, നീ പരീക്ഷയ്ക്ക് പാസ്സാകണമെങ്കിൽ ഈ കാര്യം കൂടെ എഴുതി തീർത്തെങ്കിലല്ലേ പറ്റൂ. ഇതുവരെ പഠിച്ചതിൽ നിന്റെ മികവ് തെളിയിക്കാനാണ് ഈ പരീക്ഷ വെച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി ലോകകാര്യങ്ങളിൽ ആവശ്യമാണെങ്കിൽ ആത്മീയത്തിൽ ഏറ്റവും പരമപ്രധാനമായതെല്ലാം ആവശ്യമാണ്. മഹത്വം ഭാഗ്യം സ്വസ്ഥതയ്ക്ക് വേണ്ടി സൃഷ്ടി ചെയ്ത ഈ ലോകത്തിൽ സൃഷ്ടികളിൽ കൂടി ഇത് തിരിച്ച് ഗുരുവിങ്കിലേക്ക് എത്തിക്കുവാനുള്ള മാർഗം വ്യവസ്ഥപ്പെടുത്തി സൃഷ്ടിച്ച ഈ സൃഷ്ടിലോകത്തിൽ ആ ഉള്ളറിവ് ഉള്ളതുപോലെ ഉള്ളത്തിൽ തെളിഞ്ഞവർക്ക് അത് ബോധ്യപ്പെടുകയും ഇതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യും. സത്യം ഉള്ളറിവ് ഉള്ളതുപോലെ ഉള്ളത്തിൽ തെളിവുള്ളവർക്ക് തീർച്ചയായും ഇത് ബോധ്യപ്പെടും, അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യും. സത്യം. അപ്പൊ അത് തെളിയിക്കുവാൻ വേണ്ടി ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ. ജീവനാഥനെ എന്റെ ജീവനെ
ജ്ഞാനം ജന്മാന്തരജ്ഞാനമാകുന്ന ഈ സർവ്വജ്ഞാനം ആത്മാവിലേക്ക് കടക്കേണ്ടുന്നതിന്റെ ഉത്തരവാദിത്വം ആത്മാവിലേക്ക് കടക്കേണ്ടുന്നതിന്റെ ഉത്തരവാദിത്വം അത് ആത്മാക്കൾ കൂടിയുള്ളതാണ്. അത് ആത്മാക്കൾ കൂടിയുള്ളതാണ്. അപ്പൊ അത് കേട്ടു അവിടെ വെച്ചാൽ കഴിഞ്ഞു അങ്ങ് പോയാൽ അത് പൂർണ്ണമാവുകയില്ല. കേട്ടു അവിടെ വെച്ച് കഴിഞ്ഞു അങ്ങ് പോയാൽ അത് പൂർണ്ണമാകും. കേൾക്കുന്നതിൻ്റെതായ ഒരു പുണ്യം നിങ്ങളിൽ ഉണ്ടാകും, കേൾക്കുന്നതിൻ്റെതായ ഒരു പുണ്യം തീർച്ചയായും ഉണ്ടാവും. കാരണം ഇത് ദൈവത്തിന്റെ വകയാണല്ലോ. പക്ഷേ അതിന്റെ പരിപൂർണാവസ്ഥയിൽ എത്തണമെങ്കിൽ അത് കേട്ടതുപോലെ ഉള്ളിൽ സൂക്ഷിക്കപ്പെടണം. അപ്പോ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്ന ഉപദേശം ഉരുവിടാൻ പഠിക്കും. ഇപ്പൊ ജന്മാന്തര ജ്ഞാനമാണ് പഠിക്കുന്നത്. ഉരുവിടാൻ പഠിച്ചത് കൊണ്ട് പൂർണ്ണമായില്ല. അതിൽ പറയുന്ന വ്യവസ്ഥ പ്രകാരം ഇപ്പോഴും പലർക്കും ഇത് തിരിച്ചറിയാൻ കഴിയാത്തവരും കൂട്ടത്തിലുണ്ട്. ഉപദേശത്തിനകത്ത് എന്തുവാ പ്രത്യേകിച്ച് വ്യവസ്ഥ എന്തുവാ സൃഷ്ടി നടത്തിയ കാര്യമൊക്കെ ഭഗവാൻ പറഞ്ഞേക്കുമല്ലേ. ഇഹവും പരവും ഒക്കെ സൃഷ്ടിച്ച വ്യവസ്ഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 4 യുഗത്തിന്റെയും വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ ഇതിനകത്ത് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ പരിശീലിക്കേണ്ട കാര്യം എന്തുവാ? നമ്മളിത് പഠിച്ച് ധ്യാനിച്ചാ പോരെ? അല്ല, അതിന്റെ ഓരോ അക്ഷരവും സർവജ്ഞാനമാണ്. ആ സർവജ്ഞാനത്തെ അതേപോലെ അനുവർത്തിക്കുവാൻ നമ്മൾ പരിശീലിക്കണം. ആ മരണക്കിടക്കവരെയും സൂക്ഷിച്ച് ജീവിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ പ്രകാരം ജീവിക്കുവാൻ പരിശീലിക്കണം. അതിനിടയിൽ ചെയ്യേണ്ടുന്ന സൽപുണ്യ കർമ്മങ്ങളെ കൃത്യമായി അവലോകനം ചെയ്ത് അതിന്റെ വ്യവസ്ഥ അനുസരിച്ച് തന്നെ മുന്നോട്ട് ജീവിതം ചെയ്യണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ തോന്നുന്ന പോലെ ജീവിക്കാനല്ല. സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്തവരാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്. ആ ബോധപൂർണരായിരിക്കുക എന്നാണ് സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതിന് എന്ത് നിസ്സാരമായ കാര്യമായാലും വലിയ ബൃഹത്തായ കാര്യമായാലും നമ്മുടേതായ ബോധം അതിൽ പ്രവർത്തിപ്പിച്ച് മാത്രമേ നമ്മളൊരു കർമ്മത്തിൽ ഇടപെടാൻ പാടുള്ളൂ. ഒരിക്കൽ ബുദ്ധൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഇങ്ങനെ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു വണ്ട് ഇങ്ങനെ മൂക്കിന്റെ അടുത്തൂടെ പോയി. ഇപ്പൊ പെട്ടെന്ന് കൈകൊണ്ട് ഇങ്ങനെ അടിച്ചു. അതിനെ കിട്ടിയില്ല, പക്ഷെ അടി ഇങ്ങനെ നടന്നു. അപ്പൊ മുമ്പോട്ട് വീണ്ടും പോകുമ്പോ ഒരു ശിഷ്യനും കൂടെ ഉണ്ട്. മുമ്പോട്ട് വീണ്ടും പോകുമ്പോ കൈകൊണ്ട് ഇങ്ങനെ ആക്കി. 1-2 വട്ടം ഇങ്ങനെ ആക്കിയപ്പോ ശിഷ്യൻ ചോദിച്ചു, അല്ല വണ്ടിനെ നമ്മൾ അവിടെ വെച്ചല്ലേ കണ്ടത്, ഇപ്പൊ വീണ്ടും എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? അത് ഞാൻ ഓർക്കാതെ അങ്ങ് ചെയ്തതാണ്. ഇത് ഞാനിപ്പോൾ ബോധപൂർവം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ പരിപൂർണമായ ഒരു ശ്രദ്ധ നമ്മളിൽ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി ആദ്യകാലത്ത് അദ്ദേഹം പരിശീലിച്ച ഘട്ടങ്ങളാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ തന്നെ ആയാലും എടുത്ത് ഞാൻ അങ്ങോട്ടും കിട്ടും. ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന്റെ വിലയെ ചിന്തിക്കുന്നില്ല, അതിന്റെ ഉപയോഗത്തെ ചിന്തിക്കുന്നില്ല, അതിന്റെ കാര്യാദികളൊന്നും ചിന്തിക്കാതെ അങ്ങോട്ടങ്ങിടും. അപ്പൊ പ്രത്യേകിച്ച് കേടൊന്നും ഒരുപക്ഷെ അന്നേരം ഉണ്ടായെന്ന് വരില്ല. പക്ഷെ അതിനകത്ത് വളരെ മൈന്യൂട്ടായിരിക്കുന്ന കാര്യങ്ങൾ, അല്പസ്വല്പമായ ഇങ്ങനെയുള്ള ചലനം വരുമ്പോ കുറേശ്ശെ അതിനൊക്കെ ഇളക്കം വരികയും പല വിധത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യും. നമ്മുടെ ബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണെങ്കിൽ തന്നെയും ഇത്രയും വിലയുള്ളതാണല്ലോ, ഇനി ഒരാൾ സമ്മാനമായി തന്നതാവട്ടെ അതിന് ഇത്രയും വിലയുള്ളതാണല്ലോ, ഇനി തീരെ വില കുറഞ്ഞതാവട്ടെ അതുകൊണ്ട് ഇന്ന ഉപയോഗങ്ങളുണ്ടല്ലോ, ആ ഓർമ്മയോടുകൂടി ആ ബോധത്തോടുകൂടി അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുമ്പോ കണ്ടു നിൽക്കുന്ന പരമ്പരകൾക്കും അതിനോടൊരു ശ്രദ്ധയും ഓർമ്മയും ഉണ്ടാവും. നമുക്കും ബോധപൂർണമായ ജീവിതം ചെയ്യുവാനുള്ള പരിശീലനം ഉണ്ടാകും. ചില ആളുകൾ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആ വിധത്തിലാണ്, വളരെ ശബ്ദ കോലാഹലങ്ങളോടുകൂടിയാണ് ഓരോന്ന് ഉപയോഗിക്കുന്നത്. ചില വീട്ടിലെ ആളുകൾ ഉണർന്നു എന്ന് 3 വീടിനപ്പുറത്തുള്ള ആളുകൾ
പറയും, ആ എന്നടുത്ത് ഞാൻ ഉണർന്നിട്ടുണ്ട്. കാരണം കതവിന്റെ കുറ്റിയെടുക്കുന്ന സൗണ്ടാണ്. ചില ആളുകൾ ഉണർന്നത് 3 വീട് അപ്പുറമുള്ള ആളുകൾ അറിയുന്നുണ്ട്, അതൊരു കുറ്റിയെടുക്കുന്ന അത്ര ശബ്ദത്തിലാണ് ഒരു കുറ്റിയൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോ എന്നെ രാഘവൻപിള്ള ഉണർന്നിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥ, ഇത് ബോധമില്ലാത്ത ജീവിതമാണ്. നമ്മളൊരു സമൂഹ ജീവിയായി ലോകത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ബോധപൂർണമായി തന്നെ മുന്നോട്ട് പോകണം. സമൂഹത്തിന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ ആത്മശുദ്ധിക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന അറിവ് എത്രത്തോളം നമ്മൾ സൂക്ഷിച്ചാലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോൾ സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനം ചെയ്തിട്ടുള്ളവർ, അപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളവർ എപ്പോഴും എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ ബോധം അതിലുണ്ടായിരിക്കണം. ഞാൻ അറിയാതെ ചെയ്തു പോയി എന്ന് പറയാൻ ഇടയാകരുത്. വളരെ അപൂർവമായി ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായേക്കാം. പക്ഷെ ആ ഉണ്ടാകുന്ന മാത്രയിൽ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ബോധപ്പെടുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ബോധപൂർണമായ ജീവിതം പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴാണ് ബോധസ്വരൂപനാകുന്ന ഗുരുവിന്റെ ഇഷ്ടം നമ്മളിൽ കൂടി പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോഴാണ് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സൽക്കർമ്മമായി തീരുന്നത്. അപ്പോഴാണ് സൽക്കർമ്മഫലമായ സന്തോഷം അനുഭവമാകുന്നത്. ആ സൽക്കർമ്മഫലമായ സന്തോഷം വർദ്ധിതമാകുമ്പോഴാണ് ആനന്ദമാകുന്ന അവസ്ഥയിലേക്ക് ഉയരുന്നത്. ആനന്ദത്തിൽ നിന്നുകൊണ്ട് ആനന്ദകർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് പരമാനന്ദത്തിലേക്ക് എത്തുന്നത്. ആ പരമാനന്ദത്തിൽ നിവസിക്കുമ്പോഴാണ് നിത്യാനന്ദം കാണുന്നത്. നിത്യാനന്ദം തന്നെയാണ് ശുഭാനന്ദം. നിത്യാനന്ദ സമ്പൂർണനാം സദ്ഗുരുവിൻ വാഴ്ചയാൽ നിത്യാനന്ദ സമ്പൂർണനാം സദ്ഗുരുവിൻ വാഴ്ചയാൽ ദുഃഖമെല്ലാം മാറി എന്നിൽ സ്വർഗസുഖം കാണുന്നു. നിത്യാനന്ദ സമ്പൂർണനാം സദ്ഗുരുവിൻ വാഴ്ചയാൽ ദുഃഖമെല്ലാം മാറി എന്നിൽ സ്വർഗസുഖം കാണുന്നു. ആനന്ദപ്പൂ മധുവുണ്ടു ആറാടി ഞാൻ വാഴുന്നു. ആനന്ദപ്പൂ മധുവുണ്ടു ആറാടി ഞാൻ വാഴുന്നു. കായക്ലേശം ഒന്നും എന്നിൽ ബാധിക്കാതെ വാഴുന്നു. ആനന്ദപ്പൂ മധുവുണ്ടു ആറാടി ഞാൻ വാഴുന്നു. കായക്ലേശം ഒന്നും എന്നിൽ ബാധിക്കാതെ വാഴുന്നു. ഗുരുപ്രസാദ് ഗുരുദേവനിൽ വാണിരുന്ന സമയത്ത് കീർത്തിച്ച കീർത്തനമാണ്. അപ്പോ നിത്യാനന്ദ സമ്പൂർണനാകുന്ന ദൈവം ഓരോ ആത്മാവിനെയും നിത്യാനന്ദ രൂപമാക്കുവാൻ വേണ്ടിയാണ് അവതാരമായി വന്നിരിക്കുന്നത്. ഉന്നതനാകുന്ന ജ്ഞാനസൂര്യൻ ലോകത്തിൽ അവതാരമായി നിന്ന് അവതാര കർമ്മങ്ങൾ നടത്തുമ്പോ ഒരാൾ കുറച്ച് ചീര നട്ട് വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ വെയിൽ ഉദിച്ചു. ഇന്ന് ഇത്രയും വെയിൽ വേണ്ട, സൂര്യൻ എന്തിനു പണിയാ കാണിച്ചേ, സൂര്യ എച്ചിനും കൊണ്ട് മാറിയില്ലെന്ന് പറഞ്ഞ ഒരു മുറവും കൊണ്ട് അങ്ങോട്ട് നിന്നാൽ വല്ല കാര്യവും നടക്കും? ഉണ്ടോ? വല്ല കാര്യവും നടക്കുവോ? എത്ര മിടുക്കനാണെന്നിരിക്കട്ടെ, ഒരു മുറവും കൊണ്ട് സൂര്യന്റെ നേരെ മുറം അങ്ങ് മറച്ചു പിടിച്ചു. എന്ത് പ്രയോജനം ഉണ്ടാകും? സൂര്യൻ മറയുമോ? മറയുന്ന ആളല്ലിത്. ഇതുപോലെ അവതാരം വന്ന് അഖിലാണ്ട ലോക സൃഷ്ടിക്ക് അനുഭവമാകേണ്ടുന്ന ജ്ഞാനങ്ങൾ ദാനം ചെയ്തുകൊണ്ട് വാഴുമ്പോൾ അവരവരുടെ കയ്യിലിരിക്കുന്ന ഈ ദുർവാസനകളെ ചൂണ്ടി എടുത്തു വെച്ചുകൊണ്ട് ഒരിക്കലും ഗുരുവിനെ അളക്കാൻ ശ്രമിക്കരുതേ. അതൊന്ന് വിളക്കി വെച്ചുകൊണ്ട് ഗുരുവിനെ വർണ്ണിക്കാൻ ശ്രമിക്കരുതേ. അളവില്ലാത്ത അറിവുകൾ അനുഭവമാക്കുന്ന അനുഭവജ്ഞാനവാളൻ
വരും. അപ്പോഴും ഉപേക്ഷിക്കാതെ കൂടെ നിൽക്കുന്നത് ഒരു വസ്തുവേ ഉള്ളൂ, അത് ഗുരുവാണ്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ചങ്കൂറ്റത്തോടുകൂടി എൻ്റെ എന്ന് ചേർത്ത് പറയാവുന്നത് ഗുരു മാത്രമേ ഉള്ളൂ. അത് സത്യോപദേശം ആദ്യ ഭാഗം വർണ്ണിക്കുമ്പോൾ അത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ശബ്ദം ഉയർത്തി തന്നെ അത് പറയണം. നന്ദിയുള്ള ഹൃദയങ്ങൾ അങ്ങനെ തന്നെ പറയണം. അളവില്ലാത്ത അറിവുകൾ അനുഭവമാക്കുന്ന അനുഭവജ്ഞാനമാണ് അളവില്ലാത്ത ആനന്ദം അടിയനിലേകുന്ന അനുഭവ
ആദരസമന്വിതം അതിനെ സ്വീകരിക്കുക. ആവശ്യമില്ലാത്ത കെട്ടുപാടുകളിലേക്ക് ഒന്നും പോകാതിരിക്കുക. പലരും പല രീതിയിൽ പല വ്യാഖ്യാനങ്ങൾ ചെയ്തു എന്ന് വരാം. അവരവരുടേതായ കർമ്മദോഷങ്ങൾ ആത്മാവിനെ ദുഷിപ്പിച്ചുകൊണ്ട് കൂടെ നിൽക്കുമ്പോൾ അതൊക്കെയല്ലേ അവർക്കൊക്കെ വർണ്ണിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആരും ശ്രദ്ധിക്കാതിരിക്കുക. അത് ശ്രദ്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ മലിനമാക്കാതിരിക്കുക. പാപം ചെയ്യുന്നതിനേക്കാൾ വലിയ വില കൊടുക്കേണ്ടി വരും അതിനെ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും ഒരു ഗുരുത്വദോഷം ചെയ്താൽ അത് അവൻ അങ്ങനെ ചെയ്തോട്ടെ, അത് നമുക്ക് കാര്യമല്ല എന്ന് കരുതി അങ്ങ് വിട്ടുകളഞ്ഞേക്കണം. അല്ലാതെ ഇന്നോട് തിന്നാനിരുന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പകർന്നു കൊടുക്കാൻ പോയാൽ അത് വലിയ പാപവും ശാപവുമായി മാറിപ്പോകും. അങ്ങനെ ചെയ്യരുത്, ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ദുഷിച്ച ആത്മാവിൽ നിന്ന് എപ്പോഴും ദുഷ്ടു മാത്രമേ വെളിയിലേക്ക് വരികയുള്ളൂ. നമുക്ക് അങ്ങനെയുള്ള ജീവിതമല്ലല്ലോ തന്നത്. സ്വർഗവാഴ്ച ആത്മാവിൽ കാണുവാൻ സ്വർഗസ്ഥൻ വീണ്ടെടുത്ത് നിലനിർത്തിയിരിക്കുന്ന ജന്മങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. അത് തിരിച്ചറിഞ്ഞ് സന്തോഷമായി നിങ്ങൾ ജീവിതം ചെയ്യുക. ആദർശപരിശുദ്ധിയെ സർവദാ പരിപാലിച്ചുകൊണ്ട് ജീവിതം ചെയ്യുക. ആദർശപുരുഷൻ നിങ്ങളിൽ കളിയാടി വിളയാടി വാഴുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവം, സമ്പൂർണമായ മോക്ഷത്തെ ദാനം ചെയ്യുവാൻ അവതാരമായ ദൈവം, ആത്മാക്കളിലുള്ള സർവദോഷങ്ങളെയും തീർത്ത് ശാന്തിയെ ദാനം ചെയ്യുവാൻ ഈ ഉത്കൃഷ്ടമായ ബോധരൂപത്തെ ആത്മാവിൽ തെളിയിക്കുവാൻ ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ച ഉന്നതമായ ഒരു യജ്ഞമാണ് മഹാധാരാസ്തുതി. ആ മഹായജ്ഞത്തിലേക്ക് പങ്കെടുക്കുവാൻ തയ്യാറെടുക്കുന്ന ലോകന സന്താനങ്ങൾ ആ വ്രതാനുഷ്ഠാനത്തിന്റെ 13-ാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും പരിശുദ്ധമായ അവസ്ഥയിലേക്ക് ഹൃദയങ്ങൾ ഉയർന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹനീയ പുരുഷൻ, മഹത് പുരുഷൻ, ആനന്ദ സമ്പൂർണൻ, ആത്മലോക രക്ഷകൻ പ്രത്യക്ഷമായി നിന്ന് തന്റെ ദേവീദേവന്മാരാലും ദൂതപരമ്പരകളാലും പരിസേവിതനായി നിന്നുകൊണ്ട് ആത്മലോകത്തിലേക്ക് ആധ്യാത്മിക വെളിച്ചത്തെ പകരുന്ന ഉന്നതമായ യജ്ഞമാണ് ധാരാസ്തുതി. ആ മഹാതത്വങ്ങളെ ഇടകീറി വെളിപ്പെടുത്തുന്ന മഹായജ്ഞമാണ് ധാരാസ്തുതി. ആത്മാവിൽ അടക്കം ചെയ്തിരിക്കുന്നതും എന്നാൽ ആത്മാവിൽ തെളിവായി ലഭിച്ചിട്ടില്ലാത്തതുമായ പരമരഹസ്യങ്ങളായ മഹാതത്വങ്ങളെ തെളിയിച്ചറിയിച്ച് അനുഭവപ്പെടുത്തി ആത്മലോകത്തോടൊപ്പം ആനന്ദ നടരാജൻ ആനന്ദമാടുന്ന മഹായജ്ഞമാണ് ധാരാസ്തുതി. ആ ധാരാസ്തുതിയിൽ ബന്ധിച്ച് ആനന്ദിക്കുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. കോടി സൂര്യപ്രഭയേക്കാൾ പ്രഭയുള്ള മഹാശക്തി, കോടി സൂര്യപ്രഭയേക്കാൾ പ്രഭയുള്ള മഹാശക്തി, ഉദിച്ചുയർന്നുദിപ്പിച്ച താര
3 ദിനങ്ങളിൽ ഉന്നതമായ ജന്മനക്ഷത്ര മഹോത്സവം നടത്തുകയാണ്. നമ്മൾ കാർത്തിക മകയിരം ജന്മനക്ഷത്രങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും വലിയൊരു പരിപാടി നടത്താറുണ്ട്. എന്താണത്? സ്തുതിക്കുവിൽ സ്തുതിക്കുവിൽ സർവശക്തനെ സ്തുതിക്കുവിൽ, സ്തുതിക്കുവിൽ സ്തുതിക്കുവിൽ സർവശക്തനെ സ്തുതിക്കുവിൽ, സർവശക്തി ദീർഘകാലം ഭൂതലത്തിൽ വാഴട്ടെ, സർവശക്തി ദീർഘകാലം ഭൂതലത്തിൽ വാഴട്ടെ. 24-ാം തീയതിയിലത്തെ കാർത്തികയും 26-ാം തീയതിയിലത്തെ മകയിരവും ഒത്തുചേർത്ത് ഉന്നതമായ ജന്മനക്ഷത്ര സ്തുതി നടത്തുവാൻ ഇതാ തീരുമാനിക്കുകയാണ്. നന്ദിയും ഭക്തിയുമുള്ള എന്റെ സന്താനങ്ങൾ ഒത്തുചേർന്ന് സ്തുതിയിൽ ഇടപെടുക. എല്ലാം ഈശ്വരൻ സ്വീകരിക്കട്ടെ. മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് രക്ഷകനായ ലോകത്തിൽ നെടുനാൾ വാഴുമാറാകട്ടെ. നടക്കാനിരിക്കുന്ന ശാഖാശ്രമ വാർഷികങ്ങൾ ഏറ്റവും മഹനീയമായ നിലയിൽ എല്ലാം നടത്തപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ 26-ാം തീയതി നമ്മുടെ അമർനാഥ് ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 29-ാം തീയതി കാരക്കാട് ശാഖാശ്രമത്തിന്റെയും തലശ്ശേരി ശാഖാശ്രമത്തിന്റെയും വാർഷികമാണ്. 27-ാം തീയതി ചിറ്റാർ ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. ഇതെല്ലാം ഉന്നതമായ ജഗദീശ്വരൻ നടത്തുമാറാകട്ടെ. അങ്ങനെ ഓരോ മാസങ്ങളിലും വാർഷികങ്ങൾ അടുത്തടുത്ത് വരുന്നുണ്ട്. ഫെബ്രുവരി 15-ലും 17-ലും വാർഷികങ്ങൾ നടക്കുന്നുണ്ട്. ദേവികോട് ശാഖാശ്രമത്തിന്റെയും 50-ാമത് വാർഷികമാണ്. അതിനോടനുബന്ധിച്ചവർ ഒരു പുതിയ കൊടിമരം നിർമ്മിച്ച് അതിൽ വാഹന പ്രതിഷ്ഠ നടത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യം വാർഷികം ആഘോഷിക്കുന്നത്. എല്ലാം ഉന്നതമായി നടത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഉന്നതനാകുന്ന ദൈവം ആത്മലോക രക്ഷാർത്ഥം പ്രകാരം ഭൂതലത്തിൽ വാഴുന്നു എന്ന പരമസത്യം ലോകത്തിലേക്ക് വിളംബരം ചെയ്യുവാനാണ് എന്റെ സന്താനങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അനുഭവമുള്ളവർ പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് അനുഭവമാകുന്നത്. അങ്ങനെ ലോകരക്ഷയ്ക്ക് വേണ്ടി അവതാരമായി വന്ന പരമഗുരു മാറ്റമില്ലാതെ ഇന്നും വാഴുന്നുവെന്ന് സമ്മതിക്കുന്നവരൊന്ന് കൈയടിച്ചു കേട്ടാക്കോ. ഇത് പറയണം വരന്മാരോട് അനുഭവപ്പെട്ടവർ. അതാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല. അത് നിർവഹിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനം ലഭിക്കുവാൻ തക്കവിധം നിങ്ങൾക്ക് അഭിമാനമായി പറയാം, ഇന്ന അടുത്ത് ഇന്ന പോലെ ഗോപുരമുണ്ട്, അതിന്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് കയറി ചെല്ലുന്നതാണ് ഞങ്ങളുടെ ആശ്രമം എന്ന് പറയാൻ തക്കവണ്ണം ഇതാ മഹനീയമായ മഹാഗോപുരം ഉയരുകയാണ്. ആനന്ദഗോപുരം, ശാന്തി ഗോപുരം, തപോ ശതാബ്ദി സ്മാരക ഗോപുരം, മഹാചൈതന്യ ഗോപുരം, സമ്പൂർണ്ണ സായുജ്യ ഗോപുരം, ആനന്ദ ഗോപുരം പൂർത്തീകരിക്കപ്പെടട്ടെ. ആത്മലോകത്തിനായി പൂർത്തീകരിക്കപ്പെടട്ടെ. എന്റെ ദേവീദേവന്മാർക്കായി പൂർത്തീകരിക്കപ്പെടട്ടെ. ഭൂതപരമ്പരകൾക്കായി പൂർത്തീകരിക്കപ്പെടട്ടെ. ആത്മലോകത്തിന് ഭാഗ്യമായി ഭവിക്കട്ടെ. കോടാനുകോടി ഭക്തജനങ്ങൾ ഇനി അതിൽ കൂടി കടന്നു വരാനുണ്ട്. അവർക്കെല്ലാം വന്നു ചേരുവാൻ തക്കവിധം മഹാശക്തിയുടെ മഹനീയ തൃക്കരങ്ങളാൽ അതിന് ഉദ്ഘാടനം നിർവഹിക്കട്ടെ. ഉന്നതമായ അതിന്റെ കർമ്മ പൂർത്തീകരണത്തിനായി കർമ്മരൂപമായി നിലനിർത്തിയിരിക്കുന്ന നിയോഗിനിയായ നമ്മുടെ ആത്മദീപത്തെ ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടെ ഭഗവാൻ കരുതുമാറാകട്ടെ. രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സുഖവും ആരോഗ്യവും ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന ഈ എല്ലാ സന്താനങ്ങളെയും ഞാനിതാ ദർശിക്കുകയാണ്. എല്ലാ പാപശാപങ്ങളും ഒഴിഞ്ഞു പോകട്ടെ. ദുഃഖങ്ങൾ അകന്നു പോകട്ടെ.
ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നിഷ്കളങ്ക